Hi all, welcome to Alexi Academy. C308 Transportation Engineering 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 3 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3 ഹൈവേ മെറ്റീരിയൽസ്. നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈവേ മെറ്റീരിയൽസിനെ പറ്റിയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. പേയ്മെൻറ്റിൻ്റെ ടൈപ്സ്, അതുപോലെ ബിറ്റുമിൻ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഹൈവേ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്, അതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പേയ്മെൻറ്റ് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ്സിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ റിജിഡായിട്ടുള്ള സർഫസിനെയും, കോൺക്രീറ്റ് അല്ലെങ്കിൽ അസ്ഫാൾട്ട്, അങ്ങനെയുള്ള ഏത് സർഫസിനെയും നമുക്ക് പേയ്മെൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഫങ്ഷൻ ഓഫ് പേയ്മെൻറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഡിസ്ട്രിബ്യൂട്ട് ദ ട്രാഫിക് ലോഡ് ടു സോയിൽ. അപ്പോൾ പേയ്മെൻറ്റിന് മുകളിൽ കൂടി വെഹിക്കിൾസ് പോകുമ്പോൾ അതിൻ്റെ ട്രാഫിക്കിൻ്റെ, വെഹിക്കിൾസ് ആയാലും അതുവഴി നടന്നു പോകുന്ന ആൾക്കാരായാലും അവരുടെ ട്രാഫിക് ലോഡിനെ നമുക്ക് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് പേയ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ. പ്രൊവൈഡ് സ്മൂത്ത് റൈഡിങ് സർഫസ്. അപ്പോൾ വെഹിക്കിൾസിന് ഒക്കെ സ്മൂത്തായിട്ടുള്ള ഒരു റൈഡിങ് സർഫസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫങ്ഷൻ. പ്രൊട്ടക്റ്റ് സർഫസ് ഫ്രം ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്. അപ്പോൾ മഴ, മഞ്ഞ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് നമ്മുടെ സർഫസിനെ അഫക്റ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ 3 ഫങ്ഷൻസാണ് മെയിനായിട്ട് ഒരു പേയ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് നോക്കാം. എന്തൊക്കെ കമ്പോണൻസ് ചേരുമ്പോഴാണ് ഒരു പേയ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റിന് മെയിനായിട്ട് 4 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സർഫസ് കോഴ്സ്, സെക്കൻഡ് വൺ ബേസ് കോഴ്സ്, തേർഡ് വൺ സബ് ബേസ് കോഴ്സ്, ഫോർത്ത് വൺ സബ് ഗ്രേഡ് സോയിൽ. ഇതിൽ ഫസ്റ്റ് വൺ സർഫസ് കോഴ്സ്, അത് നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഒരു പേയ്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സർഫസിലുള്ള കോഴ്സിനെയാണ് നമ്മൾ സർഫസ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ബിറ്റുമിൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിരിക്കും. അപ്പോൾ കോൺക്രീറ്റ് റോഡ്സ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് സർഫസ് കോൺക്രീറ്റ് ആയിരിക്കും. ബിറ്റുമിൻ റോഡ്സ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് സർഫസ് ടാർ അല്ലെങ്കിൽ ബിറ്റുമിൻ ചെയ്തതായിരിക്കും. ഇനി സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ബേസ് കോഴ്സാണ്. ബേസ് കോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ നോൺ ഇറോസീവും ആയിരിക്കണം. അപ്പോൾ ബേസ് കോഴ്സാണ് നമ്മുടെ ഈ പേയ്മെൻറ്റിന് നിൽക്കാനുള്ള മെയിനായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മെയിനായിട്ടും സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ മഴയൊക്കെ വരുമ്പോൾ ഇറോഡ് ചെയ്ത് പോവാനും പാടില്ല. ഇപ്പോൾ ബേസ് കോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റുമിനും കോഴ്സ് അഗ്രിഗേറ്റും ആണ്. ബിറ്റുമിൻ പ്ലസ് കോഴ്സ് അഗ്രിഗേറ്റാണ് നമ്മൾ ബേസ് കോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. തേർഡ് വൺ ആണ് സബ് ബേസ് കോഴ്സ്. ഇതെന്ന് പറയുന്നത് ഓപ്ഷണലാണ്. സബ് ബേസ് കോഴ്സ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യാറില്ല, എന്നാലും പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സബ് ഗ്രേഡ് സോയിൽ. അപ്പോൾ ഫോർത്ത് ലെയർ എന്ന് പറയുന്നത് ഈ 3 ലെയറിൻ്റെയും താഴെയുള്ള സോയിൽ ലെയറിനെയാണ് നമ്മൾ ഫോർത്ത് ലെയറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സബ് ഗ്രേഡ് സോയിൽ ഇതെന്ന് പറയുന്നത് ടഫ് ആൻഡ് സോയിൽ സർഫസാണ്. ഒരു റോഡ് പണിയുന്നതിന് ആദ്യം നമ്മൾ അതുവഴിയുള്ള ആ സർഫസിനെ ഒന്ന് ടഫ് ആൻഡ് ചെയ്യുമല്ലോ, റോഡിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കില്ലേ, അങ്ങനെയുള്ള ആ സോയിലിനെയാണ് നമ്മൾ സബ് ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 ആണ് ഒരു പേയ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലെ ഓരോ ലെയറിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സർഫസ് കോഴ്സ്. The surface course is the layer in contact with traffic loads and normally contains the highest quality materials. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർഫസ് കോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ്. അതുകൊണ്ട് തന്നെ ആ ലെയർ ആയിരിക്കും എപ്പോഴും റോഡിലുള്ള വെഹിക്കിൾസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്നത് സർഫസ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദി സർഫസ് കോഴ്സ് പ്രൊവൈഡ്സ് characteristics such as friction, smoothness, noise control, rut and shoving resistance and drainage.
ഇപ്പോൾ ഏറ്റവും മുകളിലുള്ള ലെയറാണ് നമ്മൾ പറഞ്ഞു ബിറ്റുമിൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെയർ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ. അപ്പോൾ ടയറിന് ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ സ്മൂത്ത്നെസ് കൊടുക്കുന്നുണ്ട്, നോയിസ് കൺട്രോൾ, അതുപോലെ ഡ്രെയിനേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സർഫസ് കോഴ്സാണ്. അപ്പോൾ സർഫസ് കോഴ്സിൻ്റെ 2 പിക്ചേഴ്സാണ് താഴെ കാണുന്നത്. നമ്മുടെ നോർമൽ ടാർ ചെയ്യുന്ന റോഡ്, അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറാണ് സർഫസ് കോഴ്സ്. ഇനി സെക്കൻഡ് വൺ ബേസ് കോഴ്സ്. The layer or layers of specified or selected material designed thickness placed on a sub-base to support a surface course. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നോൺ ഇറോസീവ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലെയറാണ് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സർഫസ് കോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഭാഗത്താണ് ബേസ് കോഴ്സ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് നമ്മൾ സർഫസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബേസ് കോഴ്സ് നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? ബിറ്റുമിനും അതുപോലെ കോഴ്സ് അഗ്രിഗേറ്റും തമ്മിലുള്ള ഒരു മിക്സ്ചറാണ് ബേസ് കോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ സബ് ബേസ് കോഴ്സ്. ദ ലെയർ ഓർ ലെയേഴ്സ് ഓഫ് സ്പെസിഫൈഡ് ഓർ സെലക്റ്റഡ് മെറ്റീരിയൽ ഡിസൈൻ തിക്നെസ് പ്ലേസ്ഡ് ഓൺ എ സബ് ഗ്രേഡ് ടു സപ്പോർട്ട് എ ബേസ് കോഴ്സ് ഓർ എ സർഫസ് കോഴ്സ്. അപ്പോൾ സബ് ബേസ് കോഴ്സ് നമ്മൾ പറഞ്ഞു ഓപ്ഷണലാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടാർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഈ സോയിലൊന്ന് ലെവൽ ചെയ്യും, അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഈ കോഴ്സ് അഗ്രിഗേറ്റ് മാത്രം ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്യത്തില്ലേ, അതിനെയാണ് നമ്മൾ സബ് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള കോഴ്സ് ഏതാണോ, അതായത് ബേസ് കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻ. പിന്നെ ഇത് ഓപ്ഷണലാണ്, കോഴ്സ് അഗ്രിഗേറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. Last layer, subgrade soil. The top surface of the road bed soil upon which the pavement structure and shoulders are constructed. അപ്പോൾ എന്തിലാണോ നമ്മൾ പേയ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടുത്തെ സോയിലിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് സോയിൽ എന്ന് സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത്. ഇത് ടഫൻഡ് ആയിട്ടുള്ള സോയിൽ സർഫസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹൈവേ മെറ്റീരിയൽസിലേക്ക് പോവാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഒരു ഹൈവേ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്? നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്, പേയ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ബിറ്റുമിൻ പറഞ്ഞു, അതുപോലെ കോഴ്സ് അഗ്രിഗേറ്റ് പറഞ്ഞു, പിന്നെ ഏറ്റവും താഴെയുള്ള സോയിൽ പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട്. സബ്ഗ്രേഡ് സോയിൽ, കോഴ്സ് അഗ്രിഗേറ്റ്, അതുപോലെ ബിറ്റുമിൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈവേ മെറ്റീരിയലായ സബ്ഗ്രേഡ് സോയിൽ നോക്കാം. അപ്പോൾ ആദ്യം സബ്ഗ്രേഡ് സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സബ്ഗ്രേഡ് സോയിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ടഫൻഡ് ആയിട്ടുള്ള സോയിൽ സർഫസ് ആണ്. നമ്മൾ ബിറ്റുമിൻ അല്ലെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റ് എല്ലാം ലേ ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോയിൽ സർഫസിനെ ഒന്ന് ടഫൻ ചെയ്യും അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്യും. അതിന് മുകളിലാണ് നമ്മൾ ഈ ടാറിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സർഫസിനെ അല്ലെങ്കിൽ ആ സോയിലിനെയാണ് നമ്മൾ സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ടും എന്ത് പ്രോപ്പർട്ടി വേണം? സ്ട്രെങ്ത് വേണം. ഇത്രയും ലെയേഴ്സിനെ സബ് ബേസ് കോഴ്സ്, സർഫസ് കോഴ്സിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് അതിന് വേണം. സെക്കൻഡ് വൺ സ്റ്റെബിലിറ്റി, സ്റ്റേബിളായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇൻകംപ്രസിബിലിറ്റി, ഒരിക്കലും കംപ്രസ്സായി പോകാൻ പാടില്ല. നല്ല വെയിറ്റുള്ള വെഹിക്കിൾസൊക്കെ പോകുമ്പോൾ ഈ സോയിൽ കംപ്രസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് മൊത്തത്തിൽ പാകം തെറ്റും. അതുകൊണ്ട് കംപ്രസ്സായി പോകാൻ പാടില്ല. ലോവർ വോളിയം ചേഞ്ച് ഇൻ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് ഇതിൻ്റെ വോളിയം ചേഞ്ച് ആവാനും പാടില്ല. അപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് വോളിയം ചേഞ്ച് ആയി കഴിഞ്ഞാലും നമ്മുടെ റോഡിന് അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. ഗുഡ് ഡ്രെയിനേജ് പ്രോപ്പർട്ടി, നല്ല ഡ്രെയിനേജ് പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. ഈസ് ഓഫ് കോമ്പാക്ഷൻ, നമ്മൾ പറയും കോമ്പാക്റ്റ് ചെയ്തിട്ട് അതിന് മുകളിലാണ് ബാക്കി ലെയേഴ്സ് എല്ലാം ലേ ചെയ്യുന്നത്. അപ്പോൾ കോമ്പാക്റ്റ് ചെയ്യാനും ഈസി ആയിരിക്കണം. ഇത്രയുമാണ് സബ്ഗ്രേഡ് സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി സബ്ഗ്രേഡ് സോയിലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അതിൻ്റെ സൈസ് ബേസ് ചെയ്തിട്ട് നമ്മളതിനെ സാൻഡ്, സിൽറ്റ്, ക്ലേ ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാൻഡ്, സിൽറ്റ്, ക്ലേ, ഗ്രേവൽ ഇങ്ങനെ 4ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സാൻഡിൽ തന്നെ 2 mm-നും 0.06 mm-നും ഇടയ്ക്കാണ് പാർട്ടിക്കിൾ സൈസെങ്കിൽ നമ്മളതിനെ സാൻഡ് എന്ന് പറയും. 0.06-നും 0.002-ക്കും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ സിൽറ്റ് എന്ന് പറയും. ഇനി 0.002-നും താഴെയാണെങ്കിൽ നമ്മളത് ക്ലേ എന്നാണ് പറയുന്നത്. ഇനി ഈ സാൻഡിലും സിൽറ്റിലും ക്ലേയിൽ തന്നെ കോഴ്സ്, മീഡിയം, ഫൈന് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാൻഡിൽ കോഴ്സ് എന്ന് പറയുന്നത് 2-നും 0.6-നും ഇടയ്ക്കാണെങ്കിൽ കോഴ്സാണ്. 0.6-നും 0.2-നും ഇടയ്ക്കാണെങ്കിൽ മീഡിയം ആണ്. 0.2-നും 0.06-നും ഇടയ്ക്കാണെങ്കിൽ ഫൈനാണ്. അത് കഴിഞ്ഞ് 0.06 to 0.02 കോഴ്സാണ്. 0.02 to 0.006 മീഡിയം ആണ്. 0.006 to 0.002 ഫൈൻ സിൽറ്റ് ആണ്. അടുത്ത് ക്ലേ വരുമ്പോൾ 0.002 തൊട്ട് 0.0006 വരെ കോഴ്സ് ക്ലേ ആണ്. 0.006 തൊട്ട് 0.002 വരെ മീഡിയം ക്ലേ ആണ്. അതിന് ലെസ്സായിട്ടുള്ളത് ഫൈൻ ക്ലേ ആണ്. ഇത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അറിയണമെന്നില്ല. സാൻഡ്, സിൽറ്റ്, ക്ലേ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 2 to 0.06 ആണെങ്കിൽ സാൻഡ്, 0.06 to 0.002 ആണെങ്കിൽ സിൽറ്റ്, അതിനും ലെസ് ആണെങ്കിൽ ക്ലേ. അത് മതിയാവും. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈവേ മെറ്റീരിയലാണ് പറഞ്ഞത്, സബ്ഗ്രേഡ് സോയിൽ. അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയും, ചെറിയൊരു ക്ലാസിഫിക്കേഷൻ പറയും. ഇനി നമുക്ക് സബ്ഗ്രേഡ് സോയിൽ അല്ലെങ്കിൽ സോയിലിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സീവ് അനാലിസിസ്. സെക്കൻഡ് വൺ വാട്ടർ കണ്ടൻറ്റ്. തേർഡ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി. ഫോർത്ത് വൺ ഫീൽഡ് ഡെൻസിറ്റി. ഫിഫ്ത്ത് വൺ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ്. സിക്സ്ത് വൺ സ്ട്രെങ്ത്. സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ CBR ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. CBR റേഷ്യോനെ പറ്റിയും CBR ടെസ്റ്റിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹൈവേ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഹൈവേ മെറ്റീരിയലിലേക്ക് പോകാം. സെക്കൻഡ് ഹൈവേ മെറ്റീരിയൽ കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രെങ്ത് ആണ്. റെസിസ്റ്റൻസ് ടു ക്രഷിങ്. അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് എപ്പോഴും ക്രഷിങ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് സ്ട്രെങ്ത് വേണം. സെക്കൻഡ് പ്രോപ്പർട്ടി ഹാർഡ്നെസ്, അതായത് റെസിസ്റ്റൻസ് ടു അബ്രേഷൻ. തേർഡ് വൺ ടഫ്നെസ്, അതായത് റെസിസ്റ്റൻസ് ടു ഇമ്പാക്റ്റ്. ഫോർത്ത് വൺ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്. ഫിഫ്ത്ത് വൺ ഡ്യൂറബിലിറ്റി. സിക്സ്ത് വൺ അഡീഷൻ ടു ബിറ്റുമിൻ. സെവൻത്ത് വൺ ഫ്രീഡം ഫ്രം ഡിലീറ്റീരിയസ് പാർട്ടിക്കിൾസ്, അതായത് ക്ലീൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള, ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് കോഴ്സ് അഗ്രിഗേറ്റിന് വേണ്ട ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഈ കോഴ്സ് അഗ്രിഗേറ്റിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആംഗുലാരിറ്റി നമ്പർ, ഷേപ്പ് ടെസ്റ്റ്, ഇമ്പാക്റ്റ് വാല്യൂ ടെസ്റ്റ്, ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഈ 5 ടെസ്റ്റാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഹൈവേ മെറ്റീരിയൽ നോക്കാം. ഏതായിരുന്നു? ബിറ്റുമിൻ ആയിരുന്നു. ബിറ്റുമിനിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. അഡിക്വേറ്റ് സ്റ്റെബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്. അപ്പോൾ ബിറ്റുമിനാണ് നമ്മൾ ഏറ്റവും സർഫസ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബിറ്റുമിനാണ്. അപ്പോൾ അതിന് സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്റ്റെബിലിറ്റി വേണം. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫറ്റീഗ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി വേണം. റെസിസ്റ്റൻസ് ടു പെർമനൻറ്റ് ഡീഫോമേഷൻ ഉണ്ടാവാതെ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. റെസിസ്റ്റൻസ് ടു ടെമ്പറേച്ചർ ക്രാക്കിംഗ്. അപ്പോൾ സർഫസ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചേഞ്ചസ് വന്നാൽ ക്രാക്ക് ചെയ്യാൻ പാടില്ല. റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ ഡാമേജ്. അപ്പോൾ മോയ്സ്ചർ ഡാമേജിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. സ്കിഡ് റെസിസ്റ്റൻസ്. വാഹനങ്ങളൊക്കെ പോകുമ്പോൾ
വാഹനം സ്കിഡ് ആവാനായിട്ട് പാടില്ല. വർക്കബിലിറ്റി, അതായത് ഹോട്ട് മിക്സ് ആണെങ്കിലാണ് എപ്പോഴും വർക്കബിലിറ്റി കൂടുതലുണ്ടാകുന്നത് ബിറ്റുമിന്. അപ്പോൾ വർക്കബിൾ ആയിട്ടുള്ള ബിറ്റുമിൻ ആയിരിക്കണം. സഫീഷ്യൻറ്റ് എയർ വോയിഡ്സ് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ് ഓഫ് ബൈൻഡേഴ്സ്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനായിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എയർ വോയിഡ്സും വേണം. ഇത്രയുമാണ് ബിറ്റുമിനിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ബിറ്റുമിനിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് നോക്കാം. സോഫ്റ്റനിങ് പോയിൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഡക്റ്റിലിറ്റി, ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ്. ഇത്രയും ടെസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ബിറ്റുമിന് ചെയ്യുന്നത്. അപ്പോൾ ഹൈവേ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇത് 3 എണ്ണമാണ്: സബ്ഗ്രേഡ് സോയിൽ, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ബിറ്റുമിൻ. ഓക്കെ, ഈ പോർഷനിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ് ആസ് എ ഹൈവേ മെറ്റീരിയൽ. മെയ് 2019 9 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഈ പ്രോപ്പർട്ടീസ് എഴുതിയാലും മതിയാവും. അപ്പോൾ ഇനി ഇതിൽ ബിറ്റുമിനിൻ്റെ കാര്യങ്ങളും അതുപോലെ ഈ ടെസ്റ്റിനെ കുറിച്ചുമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ നമ്മൾ ടെസ്റ്റിൻ്റെ നെയിംസ് മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ. അപ്പോൾ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.